നമ്മളവിടെ പോയിട്ട് കേക്ക് കട്ട് ചെയ്യും. കേക്ക് കട്ട് ചെയ്യുമ്പോഴേക്കും ഇവൻ സാധനം പുറത്ത് കൊണ്ടുവരും. അപ്പോൾ ഗിഫ്റ്റ് എന്താണെന്നുള്ളതൊക്കെ ഇപ്പം തന്നെ നമുക്ക് കാണാം അല്ലേ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്ദ്രൂട്ടന് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ കണ്ടോ ഇതെന്താ അച്ഛാമ്മേ വന്നെല്ലാരും എല്ലാരും ഒരു ഹായ് പറഞ്ഞ നമ്മുടെ വ്ളോഗിൽ കണ്ട. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഹായ് ഗായ്സ്, നമ്മുടെ ബർത്ത്ഡേക്കാരൻ ഇഞ്ചൂട്ടനോട് ഇരിപ്പുണ്ട്. ഹാപ്പി ബർത്ത്ഡേ. ഫോൺ നോക്കിക്കാണ്ട് കേക്കെല്ലാം മുറിച്ചിട്ട് ഇത് ഗിഫ്റ്റ് തരണ്ടേന്ന് എല്ലാരും കേട്ടു. അത് ഒച്ചത്തിലാ പറഞ്ഞേ. എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്ക് മാത്രം ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇന്നലത്തെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കണ്ടോ. അപ്പോൾ ഇന്ദ്രൂട്ടനും ഞാനും കൂടി ഒരു പ്ലാനിങ് ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്കും മാത്രമേ അറിയുള്ളൂ. ഇന്ദ്രൂട്ടന് സർപ്രൈസായിട്ട് എന്താ പറഞ്ഞോ, സ്പൈഡർമാൻ്റെ മുഖം മൂടി മറ്റിങ്ങനെ ഇങ്ങനെ മിന്നുന്നേ സർപ്രൈസായിട്ട് വേണം. അപ്പോൾ സർപ്രൈസായിട്ട് ആ മുഖം മൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇന്ദ്രൂട്ടൻ സർപ്രൈസായിട്ട് ഞാൻ കൊടുക്കുന്നവരെ അഭിനയിക്കും. അപ്പോൾ വേറെ ആർക്കും അറിയില്ല. അപ്പോൾ ഇന്ദ്രു അത് അഭിനയിക്കും. അതാണ് നമ്മുടെ പ്ലാൻ. ഞാൻ സർപ്രൈസായിട്ട് ആ മുഖം മൂടി കൊടുക്കുന്ന പോലെ അഭിനയിക്കും. ഇന്ദ്രു സർപ്രൈസായിട്ട് കിട്ടുന്ന പോലെ അഭിനയിക്കും. അത് വേറെ ആർക്കും അറിയില്ല, നമുക്ക് മാത്രമേ അറിയുള്ളൂ. അത് ഞങ്ങൾ ഇങ്ങോട്ട് മാറ്റിയിട്ടതാ. അപ്പോൾ വ്ളോഗ് പറ. അപ്പോൾ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മുടെ ഇനി ബർത്ത്ഡേ വ്ളോഗ് തുടങ്ങിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ബർത്ത്ഡേ വ്ളോഗിൽ ഇന്നിക്ക് കുളിക്കാനൊക്കെ പോകുന്നുണ്ട്. കുളിച്ച് വന്നിട്ട് നമ്മൾ എന്തായാലും കാണും. ഒന്നുമില്ല. അങ്ങനെ വ്ളോഗെങ്കിലും എടുത്ത് ഞങ്ങൾ ജീവിക്കട്ടെ. നിനക്ക് എന്താണ് ഞങ്ങൾ ജീവിക്കാനും വിടൂല നീ അല്ലേ. അപ്പൊ നമുക്ക് എന്നാ പിന്നെ പുറത്തോട്ട് വ്ളോഗ് എടുക്കാം. അപ്പൊ ഗൈസ്, ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ്. ഭാഗ്യത്തിന് കയറി വന്നമ്മ. അപ്പൊ അതാണ് പ്ലാൻ. പറഞ്ഞേക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ ബർത്ത്ഡേ വ്ളോഗാണിത്. ഇങ്ങോട്ടോ, അവിടെ ശബ്ദം കേൾക്കും. ഇങ്ങോട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ബർത്ത്ഡേ വ്ളോഗാണിത്. ഇന്ദ്രുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ഈ വ്ളോഗിൽ ഇന്നത്തെ വീഡിയോസിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കാണാം അല്ലേ. നമ്മളെല്ലാവരും പ്രാങ്ക് ആക്കാൻ പോകുന്നു. അപ്പോൾ ആരാണ് പ്രാങ്ക് ആവുന്നത് എന്താണെന്നൊക്കെ ഈ വീഡിയോസിൽ കാണാം അല്ലേ ഇന്ദ്രു. അപ്പോൾ ഭയങ്കര അഭിനയിക്കണേ. മോമൂടി ഇട്ടുമ്പോൾ സെറ്റല്ലേ? താനായിട്ടില്ലേ? കയ്യിൽ നോവില്ല തന്നെ സെറ്റല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് പിന്നെ പോയി ഫോട്ടോ എടുത്താൽ നമുക്ക് ഫോട്ടോ എടുക്കാം അല്ലേ ഇന്ദ്രു. പുതിയ ഡ്രസ്സ്, ഇന്ദ്രുവിൻ്റെ പുതിയ ഡ്രസ്സ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇന്ദ്രുവിൻ്റെ ഫോട്ടോ എടുക്കാൻ പോയിട്ട് ബാ. ഓക്കെ മോനെ, നമ്മുടെ ബർത്ത്ഡേക്കാരൻ ഇറങ്ങി വരുന്നുണ്ട് പുതിയ ഡ്രസ്സെല്ലാം ഇട്ടിട്ട്. ഓ മോനെ, ആരാണിത്? എന്താ ലുക്ക്! ഒന്ന് കാണട്ടെ ഡ്രസ്സൊക്കെ ഒന്ന് കാണട്ടെ എല്ലാവരും. ഇതാ നമ്മുടെ ഇന്ദ്രൂട്ടൻ്റെ പുതിയ ഷൂ കണ്ട. ഡ്രസ്സ് ഇതാ. ഇത് ഒരു കൊറിയൻ മറ്റേ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റൈൽ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. കടയിൽ കുറേ നോക്കിയായിരുന്നു, പക്ഷേ കിട്ടിയില്ല. ക്യാപ്പൊക്കെ ഉണ്ട്. ക്യാപ്പ് വെച്ച് ഇന്ദ്രു തലയിലൊന്ന് വെറുതെ മുടി കണ്ട് എന്നാ മുടി കൊളാക്കണ്ട. ബാ ഇങ്ങോട്ട് നേരെ ആ കയ്യൊക്കെ പോകാനായിട്ടൊന്ന് സ്റ്റൈലായിട്ട് നിന്നേ കാണട്ടെ. ഇങ്ങോട്ട് വാ, വെട്ടങ്ങോട്ട് വാ. ക്യാപ്പും വെച്ച് ഇങ്ങോട്ട് വാ. അവിടേക്ക് കാണട്ടെ. ഓ ഇങ്ങനെ ഉണ്ടാ ഡ്രസ് കൊച്ചിന്റെ? സെറ്റായിട്ടില്ലേ? അച്ചാച്ചാ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് എന്താന്ന് ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ഇന്ദ്രുവിന് കിൻഡർ ജോയ് എടുത്തപ്പോ തുഗ്ഗുനും കോൾ അടിച്ചല്ലേ? കലക്കി. അപ്പൊ ഇന്ദ്രുവിന്റെ ഡ്രസ്സ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പറയണേ. ഇതാണ് നമ്മള് വേറൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, നമ്മൾ ഇന്നലെ കാണിച്ചില്ലേ. അത് ഇപ്പത്തെ ഡ്രസ്സ് ഇതാ. ഇതിന്റെ ബാക്കിലെ ഡിസൈൻ കാണിച്ച ഇന്ദ്രു. അതെല്ലാം സൂപ്പർ. ഇതാണ് ബാക്കിലാ. ഷൂവല്ലേ പൊളിച്ചത്. അപ്പൊ ഇതാണ് സംഭവം. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഇന്നർ ഒരു വൈറ്റ് ടീഷർട്ട് വേണം, പക്ഷെ വൈറ്റ് കിട്ടിയില്ല നമുക്ക്. ഒരു വൈറ്റ് ടീഷർട്ടും വൈറ്റ് ഷൂ ആണെങ്കിൽ സംഭവം ഒരു പൊളിക്കും. പൊളി ഇന്ദ്രു, നമുക്ക് ഫോട്ടോ എടുക്കാൻ പോയിട്ട്
വാ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വെച്ച ഡ്രസ്സ് എല്ലാവർക്കും ഡ്രസ് ഇഷ്ടമായാ ഇഷ്ടമായി കമന്റ് ചെയ്യാൻ പറ. പറയാൻ പോയതാ പിന്നെ വാ, വാ. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇന്ത്യയുടെ കുറച്ച് ഫോട്ടോസുകളൊക്കെ എടുത്തിട്ട് നമ്മുടെ ഐഫോണിൽ തന്നെ എടുത്തതാണ്. എന്തുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഡ്രസ്സ്? ഓൺലൈൻ വഴി വാങ്ങിച്ചതാണ് കേട്ടോ ഈ ഡ്രസ്സ്. പിന്നെ വേറെ ഡ്രസ്സും കൂടെ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് എന്തായാലും കാണാം കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ ചോദിച്ചില്ല, ചോദിച്ചു പറയാം പോലെ എന്നോട് നിൽക്കട്ടെ കുറച്ച് നേരം, നീ സമയമായിട്ടില്ലെങ്കിൽ ആവശ്യമുണ്ട്. ഇപ്പം നീ നിനക്ക് പോകാനായിട്ടില്ലല്ലോ, എന്നെ കുറച്ച് നേരം നിൽക്ക്. ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞാ ചേട്ടൻ? ആ അടിപൊളി. എൻ്റെ അമ്മ ഗിഫ്റ്റാ, എൻ്റെ ദൈവം ഇന്ദ്ര ഗിഫ്റ്റ്. ഓ ജേഴ്സി, ഫുട്ബോൾ ജേഴ്സി. ആരാ നോക്ക്, ബാക്കിൽ ആരാ നോക്ക്, മെസ്സി ആരാന്ന്? ഇവൻ റൊണാൾഡോ വാങ്ങി തന്നെ. എന്റെ മോൻ മെസ്സി ഫാനല്ലേ? എടോ റൊണാൾഡോ ചെക്കന് മെസ്സി പോട്ടെ, കുഴപ്പമില്ല. ഫുട്ബോൾ കളിക്കുമ്പോടാ കേട്ടാ. താങ്ക് യു പറ ചേച്ചോട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഞങ്ങളപ്പോ പറഞ്ഞ പോലെ സാബിറത്ത് അവിടെ കേക്കും കൊണ്ട് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാരും വഴി കണ്ടല്ലേ ആ രണ്ട് ഡ്രസ്സാ എടുത്തത്, കുഴപ്പമില്ലാന്ന് തോന്നുന്നു. രണ്ടും ഓപ്പന്റെ സെലക്ഷനാണ്, ഞാനല്ല. ഞാൻ ഇവരെ ഡ്രസ്സിൽ ഞാൻ അന്നേ പറഞ്ഞില്ല, ഞാനിപ്പോ ഇവരെ ഡ്രസ്സിലൊന്നും നിൽക്കില്ല. ഞാൻ എനിക്ക് വേണ്ട ഡ്രസ്സ് എടുക്കും, ഞാനിടും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. അല്ല, നിങ്ങളെ ഡ്രസ്സ് നിങ്ങൾ സെലക്ട് ചെയ്ത, ഞാൻ എടുക്കുന്നതെല്ലാം ഇവർക്ക് ഇഷ്ടപ്പെടില്ല. ഇന്ദ്രൂട്ടിന്റെ അല്ല, ഇപ്പോഴെടുക്കുന്ന ദുർഗന്റെ ഡ്രസ്സായാലും ഇന്ദ്രൂട്ടിന്റെ ഡ്രസ്സായാലും ഓപ്പ സെലക്ട് ചെയ്യുന്നതാണ്. ഞാൻ ഇതിനൊന്നും നിൽക്കാറില്ല. ഇത് പിടിച്ചൊന്നും ഞാൻ നമുക്ക് ബാക്കിയൊക്കെ വഴിയെ പോലെ കാണാം. ഞങ്ങള് അങ്ങനെ കേക്കെല്ലാം വാങ്ങി വീട്ടിലേക്ക് എന്തായാലും വീട്ടിലേക്ക് പോകട്ടെ. വീട്ടിലെത്തിയിട്ട് ഇനി കാണാം. എനിക്ക് കേക്കും മൈക്കും അല്ല കേക്കും ക്യാമറ എല്ലാം ആയിട്ടില്ലേ, എടുക്കാൻ പറ്റുന്നില്ല. മുമ്പിലെ വണ്ടി ഉണ്ടോ? അതിലോട്ട് അങ്ങ് കയറി കൊടുത്താലില്ലേ ഓക്കെ. അപ്പൊ വീട്ടിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങളുടെ ഇപ്പോൾ ഇവിടെ ഷാജിയുടെ വീട്ടിലെത്തിയിട്ടുള്ളത്. നമ്മുടെ ഇന്നലത്തെ ഗിഫ്റ്റ് ഇവിടെ ഷാജിയുടെ വീട്ടിൽ ഇന്നലെ രാത്രി വെച്ച്, അത് ഇന്നലത്തെ വ്ളോഗിൽ കാണിച്ചിട്ടില്ല. പക്ഷെ എന്നാലും ഇന്നലെ നമ്മൾ ഗിഫ്റ്റ് വണ്ടി കൊണ്ടിരുന്നല്ലേ കണ്ടത്. പക്ഷെ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷാജിയുടെ വീട്ടിൽ വെച്ച്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ആ ഗിഫ്റ്റ് എടുത്ത് എല്ലാം സെറ്റാക്കി അവിടെ കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് വേണം നമുക്ക് കേക്ക് കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് കേക്ക് അങ്ങോട്ട് കൊണ്ടുവന്നോളാം. നമ്മളവിടെ പോയിട്ട് കേക്ക് കട്ട് ചെയ്യും. കേക്ക് കട്ട് ചെയ്യുമ്പോഴേക്കും ഇവൻ സാധനം പുറത്ത് കൊണ്ടുവരും. അപ്പൊ ഗിഫ്റ്റ് എന്താണെന്നുള്ളതൊക്കെ ഇപ്പൊ തന്നെ നമുക്ക് കാണാം അല്ലേ? എല്ലാം സെറ്റ് ആക്കട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ കേക്കുമായിട്ട് വീട്ടിലേക്ക് വന്നു. ഇന്ദ്രപ്പനോട് കേക്ക് ബർത്ത്ഡേ വേണ്ട വേണ്ട ബാബാ എന്താ വന്നേ? ഇത് ഇന്ദ്രന്റെ താര മറ്റേ അജയ് ചേട്ടൻ വാങ്ങി തന്നെ അല്ലേ? അടിപൊളിയല്ല? എന്നാ പുതിയ മറ്റേ കുപ്പായ എടുത്തിരുന്ന കേക്ക് മുറിക്കാൻ? എന്നാട്ടോ കേക്ക് മുറിക്കണ്ടേ? കേക്ക് മുറിക്കാമേ? ബാ അച്ഛൻ എന്തേ? ബാ ഗൈസ്, അപ്പൊ കേക്ക് മുറിക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞിട്ടുണ്ട്. അജയിനെ അപ്പുറം സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഇന്നലത്തെ വ്ളോഗിൽ കാണിച്ചില്ല. ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്ക് മനസ്സിലാവും, കണ്ടവർക്കേ മനസ്സിലാവും. അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് കാണാത്തവരുണ്ടെങ്കിൽ അവർക്കായിട്ട് പറയാട്ടതേ, ഈ മുഖംമൂടിയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇന്ദ്രു പറഞ്ഞിട്ടുള്ളത് ഇങ്ങനത്തെ ഒരു മുഖംമൂടി അല്ല കേട്ടോ. ഇന്ദ്രു പറഞ്ഞിട്ടുള്ളത് സ്പൈഡർമാൻ്റെ നല്ല അടിപൊളി സാധനമാണ് പറഞ്ഞിട്ടുള്ളത്. കണ്ണൊക്കെ ഇങ്ങനെ തുറയുന്നതും അടയുന്നതും എല്ലാം ആയിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്നത് ഈ 10 രൂപേൻ്റെ ഈ മുഖംമൂടിയാണ്. ഇത് കൊടുത്തു കഴിയുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത്. ഇത് കാണിച്ചാൽ ആ ഒരു കുഞ്ഞ് ലോക്കൽ മുഖംമൂടി സ്പൈഡർമാൻ്റെ, അത് കൊടുത്തിട്ട് ഇന്ദ്രൂട്ടിനെ പറ്റിക്കാം. ഇത് കൊടുത്തു കഴിയുമ്പോൾ ഇന്ദ്രൂട്ടിൻ്റെ വിഷമെല്ലാം കാണാൻ നമുക്ക് എന്താവുമെന്ന് അറിയില്ല. ചിലപ്പോൾ പാവം ആക്സെപ്റ്റ് ചെയ്ത് ഒന്നും കുറ്റം പറയാതിരിക്കും. അതല്ല ചിലപ്പോൾ കുറ്റം പറയാം. എന്തായാലും കാണാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാനിങ് അനുസരിച്ചിട്ട് നമുക്കിത് ഇവിടെ നമ്മുടെ സാധനം എത്തും, നമ്മുടെ ഗിഫ്റ്റ് ഇവിടെ എത്തും. അവൻ കൊണ്ടുവരും. അവിടെ നിന്ന് നമുക്ക് ഇവിടെ നിന്ന് അത് സെറ്റ് ചെയ്യാം. എനിക്ക് എല്ലാം സെറ്റല്ലേ? എന്നാ ബാ ബാ ബാ. അപ്പോൾ നമ്മുടെ ഇന്ദ്രൂട്ടിൻ്റെ കേക്ക് സ്പൈഡർമാൻ തീമിലാട്ടാ. സ്പൈഡർമാനിലാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഒരു ബ്ലാക്ക് സ്പൈഡർമാൻ അല്ലേ? 7th ബർത്ത്ഡേ ഇന്ദ്രജിത്ത്. ഇവിടെ സ്പൈഡർമാൻ. 8 ഇപ്പുറം 8 ഉണ്ട് കേട്ടാ. കൊള്ളാം കൊള്ളാം. ഇത് നമ്മുടെ സാബർത്തിനോട് പറഞ്ഞിട്ട് ആക്കിച്ച കേക്കാണ് കേട്ടാ. അപ്പോൾ ഇതുപോലെ കേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കണ്ണൂരിൽ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ അവർ എത്തിച്ചേരും. ഞാൻ നമ്പർ കൊടുത്തേക്കാം. മുറിക്കാ? എവിടെ ബർത്ത്ഡേക്കാരൻ?
വേറെ ഇത്തവണ ബർത്ത്ഡേക്ക് സൺഡേ ഒക്കെ വരുന്നുണ്ട്, പക്ഷെ അവർക്ക് അവിടെ എന്തോ ഒരു കല്യാണം പരിപാടിയൊക്കെ ഉണ്ട്. നമുക്ക് ഇപ്പുറം കല്യാണം ഉണ്ട്. പിന്നെ അങ്ങനെ നമ്മൾ ആരെയും വിളിച്ചിട്ടില്ല. അവര് വൈകുന്നേരം വെറുതെ ഇങ്ങോട്ട് വരും. അതെ, പിള്ളേരോട് വരാൻ വേണ്ടി പറഞ്ഞു. ബർത്ത്ഡേക്കാരന്റെ ഇതാണ് ഇട്ടേക്കണത്, തൊപ്പിയൊക്കെ വെച്ച് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ കേക്ക് കട്ട് ചെയ്യാന്നോ? പിന്നെ നമ്മള് മാത്രം ഉള്ള ഒരു ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആയിട്ടില്ല, പറയട്ടെ അച്ഛാ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്ദ്രൂടിന്റെ ബർത്ത്ഡേന്റെ കേക്ക് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി പോയത് അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ഇന്ദ്രു, ഒരിക്കൽ കൂടി. വേണ്ട പിടിക്കാം, ഞാൻ പിടിക്കാം. നിങ്ങൾ കട്ടിയായി എന്താണല്ലേ, അതല്ലേ അത് സന്തോഷം. നിങ്ങൾ എല്ലാരും കൂടി കേക്ക് കട്ട്. അതിന് മുമ്പേ കേക്കിന്റെ ഒരു ഫോട്ടോ എടുക്ക്. കേക്കിന്റെ ഫോട്ടോ ഇനി കേക്ക് കട്ട് ചെയ്യാ. അപ്പൊ ഈ കേക്ക് കട്ടിങ്ങോടുകൂടി ഇന്ദ്രൂട്ടന്റെ ബർത്ത്ഡേ ഇവിടെ കഴിയും. ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ കല്യാണത്തിന് പോകും. ഇന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദ്രൂട്ടിന്റെ ബർത്ത്ഡേ നമുക്ക് ഫുഡൊന്നും ആക്കേണ്ടി വന്നില്ല. കാരണം അപ്പുറം കല്യാണം നമ്മള് നേരെ കല്യാണത്തിന് പോകും. അപ്പൊ എന്തായാലും കേക്ക് കട്ട് ചെയ്യാം. ഇന്ന് ഞങ്ങൾ ഇന്ദ്രൂട്ടിന് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയിട്ടില്ല. ഇന്ദ്രു സത്യം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇന്ദ്രൂട്ടിന് അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ദുഗ്ഗുവിന് നമ്മള് ഗിഫ്റ്റ് ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ദുഗ്ഗു പറഞ്ഞ് ഇന്ദ്രൂട്ടിനൊന്നും കൊടുക്കണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ ഈ തവണ ദുർഗയുടെ കുശുമ്പ് കാരണം ഞങ്ങൾ ഇന്ദ്രൂട്ടിന് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ല. മോക്ക് 10ാം വയസ്സ് വരെ തന്നിട്ടില്ലേ? അപ്പൊ എന്തായാലും കേക്ക് കട്ട് ചെയ്തു. അച്ചാച്ചന്റെ കൈ പിടിപ്പിക്കേ. എല്ലാരും കൈ പിടിക്കും, എല്ലാരും കൈ പിടിക്കും. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ഇന്ദ്രൂട്ട, ഹാപ്പി ബർത്ത്ഡേ ടു യു ഇന്ദ്രൂട്ട പൊന്നേ. ഹാപ്പി ബർത്ത്ഡേ മുട്ടേ, ചക്കര മാവേ, ചക്കര പൊന്നേ. കൊടുക്ക അമ്മയുടെ മുത്തിന്റെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞേ. അമ്മയുടെ പൊന്നിന്റെ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞേ. അമ്മയുടെ പൊന്നിന്റെ ഹാപ്പി ബർത്ത്ഡേ മുത്തി, ഹാപ്പി ബർത്ത്ഡേ. അല്ലെങ്കിൽ നമ്മളൊന്ന് കട്ട് ചെയ്യട്ടെ. കേക്ക് കട്ട് ചെയ്യാം നമുക്ക്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാം. എന്ത് വാങ്ങി തരാനാണ് പറയുന്നത്? നാളെ ബർത്ത്ഡേക്ക് എന്ത് വാങ്ങേണ്ടത്? ഇപ്പോ സ്പൈഡർമാന്റെ മുഖംമൂടി ഉണ്ടായ സെറ്റായി. ഇതിൽ എന്താന്നറിയോ? അതിടുക, അച്ചക്കൂട അതിടുക, ഇത് കുപ്പായത്തിന്റെ ഉള്ളിൽ ആ തുണി കയറ്റി വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഷർട്ട് എന്തെങ്കിലും ഇട്ടുക. സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഇതാണ് സർപ്രൈസ് മുഖംമൂടി വാങ്ങിത്തരണം എന്ന് പറയുന്നത് സർപ്രൈസ് ഗിഫ്റ്റ്. എന്നാ അച്ഛ സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിത്തരാം. താൻ വീഡിയോയിൽ അഭിനയിക്കോ? അങ്ങനെ സർപ്രൈസ് ആയി കിട്ടിയ പോലെ അഭിനയിക്കോ? ഓക്കെ, അഭിനയിക്കണം നല്ലോണം. ആർക്കും മനസ്സിലാവരുത് സർപ്രൈസ് ആണ്. അച്ഛമ്മോനും മാത്രമേ അറിയാൻ പാടുള്ളൂ. അഭിനയിക്കൂലേ? സെറ്റല്ലേ നമുക്ക്? ഓക്കെ. അങ്ങനെ എന്റെ മോന് ഗിഫ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല, സർപ്രൈസ് ഒന്നും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ശരിയാവോ? അതൊക്കെ ഒരു ശരിയാണാ? എന്താ കണ്ടില്ലല്ലോ, താൻ തുറന്നു നോക്ക് അല്ലേ? ഇവിടെ നിക്ക്. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്ദ്രൂട്ടന് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഉണ്ട്. പൊട്ടിക്ക്, തുറക്ക് ഇന്ദ്രു. അങ്ങനെ ആക്കാൻ പറ്റുമോ നമുക്ക്? ഇന്ദ്രൂട്ടന് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇങ്ങോട്ട് വേണം കാണിക്കാൻ, അടുത്ത് കാണിക്കാം.
തുറക്കട്ടെ തുറക്കട്ടെ. കണ്ടോ 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 മോനെ, സാധനം കണ്ടോ കണ്ടോ. തുറക്ക് 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 തുറക്ക്. ഇങ്ങനത്തല്ല ഇത് അച്ഛ പറഞ്ഞ ഇങ്ങനത്തെ കണ്ണ് മോനെ, ഇങ്ങനത്തെ വെള്ളമുള്ളതല്ലേ മോൻ പറഞ്ഞേ. നോക്കി വെച്ചോക്കെ, ഇത് വെച്ചോക്ക്, ഇത് വെച്ചോക്കെ. നീ കണ്ണടക്കും പടയുന്നില്ലേ? കണ്ണടച്ചേ കണ്ട, കണ്ണടക്കും പടയുന്നുണ്ടല്ലോ. നീ കണ്ണടക്കും പടയുന്നില്ലേ? കണ്ണടച്ചേ കണ്ട, കണ്ണടക്കും പടയുന്നുണ്ടല്ലോ. അപ്പൊ സ്പൈഡർമാന്റെ മുഖം മൂടി വേണമെന്നല്ല ഇത് വാങ്ങിയത്. മോൻ കാണിച്ചത് ഇങ്ങനത്തെ അല്ലേ? പിന്നെ എങ്ങനത്തെ ചക്കറിയില്ല. മോൻ പറഞ്ഞ ഇങ്ങനെ ഇവിടെ വെള്ളം വേണമെന്ന് പറഞ്ഞോണ്ടല്ലോ ഇങ്ങനത്തെ വാങ്ങി. ഇതിന് 250 രൂപ. അത് മറ്റേ വെറുതെ പ്ലാസ്റ്റിക് അല്ല, നല്ല സാധനം. അത് 250 രൂപ. അത് മറ്റേ വെറുതെ പ്ലാസ്റ്റിക് അല്ല, നല്ല സാധനം. അത് മനസ്സ് വെച്ചോ തൽക്കാലം. ഇപ്പൊ പിന്നെ നമുക്ക് വാങ്ങാന്നാല് അച്ഛൻ പിന്നെ അങ്ങനത്തെ ഗിഫ്റ്റ് അല്ലേ ഇപ്പൊ തൽക്കാലം. അമ്മയോട് പറഞ്ഞിരുന്നെങ്കിൽ അമ്മ വാങ്ങിത്തരൂലായിരുന്നു. ഗിഫ്റ്റ് എന്ത് കിട്ടിയാലും സ്വീകരിക്കണ്ടേ? അങ്ങനെയല്ലേ? ഇതായിരുന്ന നിങ്ങൾ തമ്മില് പറഞ്ഞ സർപ്രൈസ്. എന്റെ ഓപ്പേറ്റ എന്നെ കൂട്ടി പോയിരുന്നെങ്കിൽ ഞാൻ നല്ല അടിപൊളി സാധനം വാങ്ങിക്കൊടുത്തേനല്ലേ എന്റെ കുഞ്ഞിന്. വലിയ സർപ്രൈസ് ആക്കിയത്. 5 രൂപയുടെ മുഖം 5 ഉറുപ്പിക ഉണ്ടാവൂലേ ഇനി 250. സ്പൈഡർമാന്റെ ഇങ്ങനത്തെ കണ്ണുള്ള തുറക്കണത് വേണമെന്ന് പറഞ്ഞു, അതുകൊണ്ടല്ലേ വാങ്ങിയത്. എന്നാ വാങ്ങി വേറെ വാങ്ങും. ഇനി വേണ്ട, ബർത്ത്ഡേക്കല്ലേ വാങ്ങിക്കല്. അല്ലാണ്ട് ഇത് ഇപ്പഴേ ആറ്റ് നോക്കല്ല. അപ്പൊ എങ്ങനത്തെ കാണിച്ചത് കഷ്ടായി ഗൈസ്. നമ്മളെ കൂടെ സ്നേഹത്തോടെ സാധനം വാങ്ങിയത് ഇങ്ങനെയായി. അച്ഛ അടുത്ത പ്രാവശ്യം വാങ്ങിത്തരാം. അടുത്ത പ്രാവശ്യം പിന്നെ വാങ്ങുമ്പോ കാണിച്ചു തരുമോ സാധനം? മോനെ കൂട്ടി പോയിട്ട് പഠിച്ചോടാ. ഇങ്ങോട്ടത് മോനെ കൂട്ടി പോയിട്ട് പഠിച്ചോ. അച്ഛൻ മോൻ വിഷമിക്കണ്ട. അച്ഛൻ എന്തായാലും ഇങ്ങനത്തെ നല്ല അല്ലടാ ഇങ്ങനത്തെ 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 അന്ന് പിന്നെ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരുത്തല്ലേ ആരെങ്കിലും? അത് നിന്നാണ് 10 രൂപ മുഖം കൂടിയായി. 250 ഈ സാധനം നിനക്കാണ് മേടിച്ചിട്ടുണ്ടെങ്കിൽ വെക്കോ. ഇത് പറഞ്ഞ് കണ്ണ് ഞാൻ വേറെ വാങ്ങി. അപ്പൊ വേറെ ഉണ്ട്. എന്തിനാണത്? ഇത് പ്ലാസ്റ്റിക്കിന്റെ വെറുതെ ആക്രിക്കാരുടെ സാധനമാരിയല്ലേ പറഞ്ഞത്. ഇങ്ങനത്തെ സാധനം വേണമെന്ന് പറഞ്ഞോണ്ടല്ലോ വാങ്ങി. ഞാൻ തുണീന്റെ വേറെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ അച്ഛനും മോനും വലിയ രഹസ്യാക്കി ഓർമ്മയില്ലാന്ന് പറഞ്ഞാ മതി. നിനക്ക് ഓർമ്മയില്ലാത്ത ഓർമ്മയില്ല. എന്താ ചെയ്യാ? ഞാൻ വെക്കാം. അച്ഛൻ പോയി നോക്കി. മുമ്പത്തേല്
അല്ല ഇങ്ങനെ പറ്റിക്കരുതടാ. ഇതെല്ലാ കൊല്ലം ഇങ്ങനെ പറ്റിക്കരുത്. ഇതിലും വേണം ഞാൻ ആ ഇതിന്റെ ജോലി അടിച്ചു കൊടുത്തു. ഫ്രിഡ്ജിൽ വെക്കണ മാത്രം എടുക്കണേ. മോനെ പറഞ്ഞ അഭിനയിക്കാന്ന് പെട്ടല്ലേ ശരിക്കും. ബാ അത് ഇനിയിപ്പോ അത് നമുക്ക് ഓൺലൈനിലേക്ക് കിട്ടുള്ളൂ. പക്ഷെ കണ്ണൂരൊക്കെ നോക്കി ഇത് അല്ല ഇന്നലെ മോൻ പറഞ്ഞത് ബാ സസ്പെൻസ് ആയാലും കുഴപ്പമില്ല, ഞാൻ അഭിനയിച്ചോളാം. ബാ 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 പോട്ടെ വാ ബാ ഇത് നോക്കാം. വാ നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം. വാ വാ കരയണ്ട. വാ പോട്ടെ അച്ഛനെ പൊന്നു വാ അച്ഛനെ പൊന്നു വാ. വാ കേക്ക് കട്ട് ചെയ്യുമ്പോ വാ വാ കരയല്ലേ അച്ഛൻ കേക്ക് കട്ട് ചെയ്യ. വാ വാ കരയല്ലേ. എന്റെ മോന് പറഞ്ഞതുപോലത്തെ സ്പൈഡർമാൻ എന്റെ മോനെ കൊണ്ടുപോയിട്ട് ഞാൻ വാങ്ങി കൊടുക്കും. ഇതെനിക്ക് അറിയില്ല, അതുകൊണ്ട് പറ്റിപ്പോയതാണ്. എല്ലാവരും ക്ഷമിക്ക്. സംഭവത്തിന് ഞാൻ വിചാരിച്ചു മറ്റേ തുണീൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചാൽ അതായിരിക്കും എന്ന് വിചാരിച്ചാണ് ഇത് വാങ്ങിയത്. ഇതിപ്പോ സംഭവം നടന്നില്ല, കുഴപ്പമില്ല. എന്റെ മോൻ കരയണ്ട. ഇപ്പൊ തൽക്കാലം കേക്ക് എന്നിട്ട് അച്ഛൻ വാങ്ങിത്തരും. അല്ല നീ അവിടെ ഇങ്ങനെ ഒപ്പിച്ചിട്ട് കണ്ണൂരൊക്കെ നടന്നിട്ട് ഇവിടെ നിന്ന് കിട്ടുന്നില്ല. കണ്ണൂരൊക്കെ എത്ര കേക്ക് കരിപ്പിക്കല്ലോ ഓഫാക്ക് കരിപ്പിക്കല്ലേ എല്ലാരും എന്താണ് ഇങ്ങനെ കരയല്ലപ്പാ, ഇങ്ങനെ കരയല്ല. ഇതെന്താ അച്ഛാമ്മേ വന്നെല്ലാരും അച്ഛാ അച്ഛാ ഇതെന്താ എന്തായിരിക്കും 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 അറിയില്ല. നോന്ന് പറഞ്ഞേ ഒറ്റക്ക് പഠിക്കാൻ പോലെ എന്താ കരുതിയേ എന്താ കരുതിയേ അച്ഛൻ വിചാരിച്ച ആ കുഞ്ഞ് സ്പൈഡർമാന്റെ മോൻ കൂടി തന്നെ എന്റെ മോനെ പറ്റിക്കോളാ. എല്ലാരും കൂടി നിന്നെയാണ് പ്രാങ്ക് ആക്കിയത്. അച്ഛനെ മുത്തിനെ എല്ലാരും പ്രാങ്ക് ആക്കിയത്. ആ സ്പൈഡർമാന്റെ മോൻ കൂടിയെല്ലാം അച്ഛൻ അമ്മയും വ്ലോഗിലെല്ലാം പറഞ്ഞിട്ട് വാങ്ങിയതാണ്. ആ എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോ കാണുന്നേ. അതുകൊണ്ട് അച്ഛാമ്മയോട് അടക്കുന്ന വ്ലോഗ് കാണണ്ടാന്ന് പറഞ്ഞത്. ആ യൂട്യൂബില് നമ്മുടെ ഫോൺ ഞാൻ വാങ്ങി വെച്ചത് ഓർമ്മയുണ്ട്. എന്നിട്ട് വ്ലോഗ് കാണാന്ന് പറഞ്ഞിട്ട് അമ്മടെ കണ്ടു കഴിഞ്ഞാൽ അറിയാതെ പറഞ്ഞു പോയാലെന്ന് വെച്ചിട്ടാണ് ഞാൻ അതൊന്നും കാണിക്കാഞ്ഞത്. അതുകൊണ്ട് ഇന്നലെ അങ്ങനെ ലേറ്റ് ആയത് കാര്യങ്ങൾക്കൊക്കെ പോയിട്ടാണ് ഇന്നലെ ഒരുപാട് ലേറ്റ് ആയത്. ഇതെല്ലാം കൊണ്ടൊന്ന് ഷാജിയേട്ടന്റെ വീട്ടിലാണ് വെച്ചിട്ടുണ്ടായത്. ഇന്നലെ രാത്രി വെച്ചിട്ടുണ്ടായിട്ട് ഷാജിയേട്ടൻ ഇന്നെല്ലാരും നമ്മളെവിടെ സെറ്റ് ചെയ്തത്. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇനി ഡ്രസ്സെല്ലാം ഉണ്ട്. ഹായ് ഇത് ഷാജിയാറിന്റെ വീട്ടില് മറ്റേ ഷൂട് വൈറ്റ് ഇട്. എന്ത് പറ്റി? ആ നാരങ്ങ നാരങ്ങി പച്ചവളകും പച്ച. എന്തായാലും നമ്മളെ ഇന്ദ്രൂട്ടനെ പ്രാങ്ക് ആക്കിയത് ശരിക്ക് സംഭവം സക്സസ് ആയി. നമ്മൾ വിചാരിച്ച പോലെ തന്നെ എല്ലാം നടന്നിട്ടുണ്ട്. ഇവിടെ പക്ഷെ ഒരാൾക്കൊരു വിഷമമൊക്കെ ഉണ്ട്, ഇല്ലാതില്ല. സംഭവം എന്ത് അത് ഇന്ദ്രൂന്റെ ജാക്കറ്റാണ് കുണ്ടാ. എന്ത് നിക്ക് ഞാൻ വിഷമം കൂടെ അങ്ങോട്ട് തീർക്ക്. ഞാൻ പ്ലാൻ ചെയ്താനേ എന്നാ പൊട്ടിക്ക് ഇവിടെ വെച്ച് പൊട്ടിക്കേ. അച്ഛൻ അമ്മ
ഇഷ്ടപ്പെട്ടാ? തുറക്കുമ്പോ നോക്കണം, വീണ്ടും ചിലപ്പോ നിലത്തോക്ക് നിലത്തോക്ക്. അയ്യോ എന്ത് എന്ത് നമുക്ക് നിങ്ങൾ രണ്ടാളും ഒരുപോലെയാണ്. അങ്ങനെ ഒരാൾക്ക് വാങ്ങി ഒരാൾക്ക് വാങ്ങാനൊന്നുമില്ല. അത് തുറന്നു നോക്ക്, അത് തുറന്നു നോക്ക്, ഇത് തുറന്നു നോക്ക്, ഇത് തുറന്നു നോക്ക്. എല്ലാം എടുത്ത് വെക്കാം, പിന്നെ നോക്കിയാ പോരെ. ഹാപ്പി അല്ലേ? എന്നൊരു ഉമ്മന്താത്തേക്ക് അമ്മക്കും കൊടുക്കും. ഇഷ്ടായില്ലേ? എന്നെ എല്ലാം എടുത്ത് വെച്ചിട്ട് അകത്തോണ്ട് നോക്കിക്കോ. എന്തല്ല നമ്മള് വാങ്ങിയ സാധനം ചെരുപ്പ് കണക്കല്ലേ? അത് കണക്കാം. എല്ലാം ഒപ്പിച്ച് ഇന്നലെ ഇത്ര ലേറ്റ് ആയ എന്താന്ന് ചോദിച്ചില്ലേ? അതന്നെ, അതെല്ലാം വെക്കും. അപ്പോൾ എന്തായാലും ചെറിയ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ വേറെ ഒന്നുമല്ല, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനം കിട്ടുമ്പോൾ അതൊരിക്കലും മറക്കില്ല. അതാണ് കുറച്ചൊന്ന് വിഷമിച്ചോട്ടെന്നൊക്കെ വിചാരിച്ചത്, അല്ലാതെ ഓവറായിട്ട് വിഷമിപ്പിച്ചതൊന്നും അല്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ ഒരു ബൈക്ക് വാങ്ങിയത് എവിടെ നിന്നാണെന്ന് ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. ആവശ്യമുള്ളവർക്കായിട്ട് ഞാൻ പറയാം കേട്ടോ. ഇത് നമ്മുടെ കാലിക്കറ്റ് നിന്നാണ്. ട്രാൻസ് മോട്ടോ ഹബ്ബ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അവരുടെ ഇൻസ്റ്റഗ്രാം പേജ് ഞാനോട് കൊടുത്തേക്കാം. അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് മോഡൽ ബൈക്സ് കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമുള്ള ബൈക്കുകൾ വാങ്ങാൻ വേണ്ടി പറ്റും, ഹൈറ്റ് കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട്. അപ്പം ഇതൊരു കാലിക്കറ്റാണ് കേട്ടോ. ട്രാൻസ് മോട്ടോ ഹബ്ബ് എന്നാണ് പേര്. ഞാൻ കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവരെ വിളിക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. വിളിച്ച് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സാധനം ഇന്ന് നമ്മൾ ഓർഡർ ചെയ്താൽ നാളെ തന്നെ കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട്. കൊറിയർ അയച്ചു തരുവർ. നമ്മളെവിടെയാണോ പോയിട്ട് എടുത്താൽ മതി. അപ്പോൾ ഞങ്ങളിപ്പോൾ നമ്മുടെ അടുത്തുള്ള ടൗൺ കൊറിയറിൽ പോയിട്ട് എടുക്കുക ചെയ്തത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്കും എവിടെയാണെന്ന് വെച്ചാൽ ഇവർ അയച്ചു തരും സാധനം. പിന്നെ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് കൊടുത്തേക്കാം. ഇൻസ്റ്റാഗ്രാം പേജിൽ കയറി കഴിഞ്ഞാലും കാണാം കേട്ടോ. അപ്പോൾ ഇന്ദ്രുവിനെ ഒന്ന് ഓടിച്ച് പഠിപ്പിക്കട്ടെ. വീട്ടില് സത്യം പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. കണ്ടതാ നോക്കിയേ, അപ്പുറത്തെ കല്യാണത്തിന് വന്ന എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ. ഇവരെല്ലാവരുമായിട്ട് ഞാൻ ഇവരൊന്നും അങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കാത്തത്. ഒരുപാട് പേർക്ക് വീഡിയോയിലൊക്കെ നിൽക്കാൻ മടിയുണ്ട്. എല്ലാവരും വീടിനകത്തൊക്കെ നിന്ന് നമ്മളോട് സ്വന്തം വീട് പോലെയാണ്. നമുക്കറിയാം എല്ലാവരും നമ്മുടെ വീട്ടിൽ വരുമെന്ന്. അല്ലെങ്കിൽ വീട് വൃത്തിയുണ്ടാവും, അല്ലെങ്കിൽ വീട് വൃത്തിയുണ്ടാവില്ല. കണ്ടതെ അവരൊക്കെ പോകാൻ വേണ്ടി പോയി നിൽക്കണേ. ഞാൻ പിന്നെ അടുത്തോട്ട് കാണിക്കാത്തത് കുറേ പേർക്ക് വീഡിയോയിലൊക്കെ നിൽക്കാൻ ഒരു മടിയുള്ളതുകൊണ്ടാണ്. അവിടെ ആയിരുന്നു കല്യാണം. കണ്ടതേ കല്യാണം അവിടെ ആയിരുന്നു. പക്ഷെ അവര് കല്യാണ വീട്ടിലുള്ള കൂടുതൽ ആൾക്കാർ ഇവിടെ ഉണ്ട്. അതെ, സന്തോഷം. നമുക്കതൊക്കെ ഒരു സന്തോഷമല്ലേ? നമ്മളെ കാണുന്നത് കണ്ടറിഞ്ഞവര് വരുന്നതൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. അയ്യോ വിഷമോ സന്തോഷം? ആരും വന്നില്ലെങ്കിലേ നമുക്ക് വിഷമം. എന്താരും വരാത്തേന്ന് വന്നില്ലെങ്കിലാ വിഷമം ഉണ്ടാവുക. ഞാൻ പിന്നെ അടുത്തോട്ട് അങ്ങനെ കാണിക്കുന്നില്ല കേട്ടോ. കണ്ടതൊക്കെ നമ്മുടെ വീട്ടില് എല്ലാരും വന്ന് വീട്ടിൽ വന്ന് പോയവരാ. കണ്ട അങ്ങോട്ടൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ ആളുണ്ട്. എല്ലാരും ഒരു ഹായ് പറഞ്ഞ നമ്മുടെ വ്ളോഗില്. കണ്ട, ഇതാണ് സ്നേഹം എന്ന് പറയുന്നത് അല്ലേ? നമ്മളെ വീട്ടിൽ അതെ, ഇത്ര നേരം ഞങ്ങൾ അവിടെ ഉണ്ടായി. നമ്മുടെ മറ്റേ കല്യാണത്തിനെല്ലാം വരുമ്പോഴേ എല്ലാരും ചോദിക്കും ചെക്കൻ്റെ ആൾക്കാരാണോ പെണ്ണിൻ്റെ ആൾക്കാരാണോ? ഇത് എല്ലാം ഇവിടെ ഉണ്ട്. ചെക്കൻ്റെ ആൾക്കാരുണ്ട്, പെണ്ണിൻ്റെ ആൾക്കാരുണ്ട്. അല്ല, പെണ്ണിൻ്റെ ആൾക്കാർ വന്നു പോയല്ലോ നമുക്ക്, അതുകൊണ്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ ഇതില്. എല്ലാവരെയും കാണാൻ പറ്റിയാലൊക്കെ ഒരുപാട് സന്തോഷം കേട്ടോ. ഫുൾ തിരക്കാവണം, നമ്മളെന്നായിരിക്കും വേണ്ട, ഇതിനെ മതി. ചുമ്മാ വെറുതെ പറഞ്ഞതാ. ഒരു ഫോട്ടോസൊക്കെ കണ്ട് നമുക്കൊരു സന്തോഷമില്ല. എത്രയായാലും ഇതൊക്കെയല്ല നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. നമ്മളിനി അങ്ങോട്ട് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകണം വിചാരിച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണ്ട, എല്ലാവരും ഇങ്ങോട്ട് വന്നില്ലേ, എല്ലാവരും കണ്ടു. സമയത്ത് തന്നെ സാന്നിധ്യം, കറക്റ്റ് ടൈമിൽ തന്നെ സാന്നിധ്യം വന്നു അല്ലേ? ഇതല്ലേ കറക്റ്റ് സമയത്ത് തന്നെ എത്തി.
എന്തായാലും എല്ലാരും കാണാൻ പറ്റിയ സന്തോഷം. കുഞ്ഞാളാ നമ്മുടെ ഇനിയിപ്പോ അല്ലേ. ഇത് ഇവര് വയനാട്ടിലാ. ഇവള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ കണ്ടതാ അല്ലേ. അന്ന് വാവയില്ല, ഇപ്പഴാണ് വാവ വന്നത് അല്ലേ. അപ്പൊ ശരി 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 ശരി. അയ്യോ കുഞ്ഞുവാവനെയും കിട്ടിയല്ലേ നമുക്ക് അങ്ങനെ. ഇന്ദ്രു ഇതാ കുഞ്ഞുവാവ. ഇന്ദ്രു അല്ല വാവ വാവാന്ന് നമ്മളോട് പറയുന്നത്. ഇതാണ് കുഞ്ഞുവാവ. എറണാകുളക്കാട്ടോ ചന്ദ്ര. അങ്ങ് നമുക്ക് അങ്ങ് കണ്ണൂര് മാത്രമല്ല, അങ്ങ് എറണാകുളത്തും പിടിയുണ്ട്. അപ്പൊ എല്ലാവരും വ്ലോഗിലുണ്ടാവും. വ്ലോഗ് മറക്കാതെ കണ്ടോ. ശരി ശരി, ബൈ ബൈ. ഇന്ദ്രൂട്ടന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടില്ല, ബർത്ത്ഡേ ഗിഫ്റ്റുകൾ തീർന്നിട്ടില്ല. നമ്മളെന്തായാലും ദേ ഇവിടെ എല്ലാവരും വന്ന് പോയതൊക്കെ കണ്ടല്ലോ അല്ലേ. സത്യം പറഞ്ഞ ഞങ്ങളുടെ സങ്കടം മൈൻഡാക്കാൻ പറ്റില്ല. കുഴപ്പമില്ല, നിന്നെ പിന്നെ മൈൻഡാക്കാല്ല. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ തന്നെ അല്ലേ. ഇതുപോലെ എല്ലാവരും ഇങ്ങനെ വരുന്നില്ലേ, ഇതിനോളം സന്തോഷം വേറെ എന്താ. വീഡിയോ എടുത്തിട്ട് എന്ത് കിട്ടിയെന്ന് വെച്ചാ ഏറ്റവും വലിയ സമ്പാദ്യം ഇത്. ആണോ, ഞാൻ കണ്ടില്ല എന്നാലും. ആഹാ, അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ ഇങ്ങനെ വരുന്നതിനെ കൊണ്ട് നമുക്ക് സന്തോഷമുള്ളൂ അല്ലേ. ഒന്നുമില്ല, ഇവിടെ ഉണ്ട്. അതെ, അപ്പൊ ഇന്ദ്രു പിന്നെ ഗിഫ്റ്റ് ചിറ്റയുടെ വക ഐഫോണാ. ഇന്ദ്രുവിന് ചിറ്റൊക്കെ ഉണ്ടോ അവിടെ ഐഫോൺ? താറ് എന്റെ മോനെ, താറ് റോക്സാ 4x4. ഓ സബേപ്പ. ഓ എന്റെ ദൈവമേ, ഫുൾ കോള് തന്നെ. ദുഗുന്റെ പെട്ടി കണ്ടില്ലേ നീ? നിജി എടേ, ദുഗുന്റെ പെട്ടി കണ്ടില്ലേ നീ? അതൊക്കെ ട്രെൻഡ് സാധനാണ്, ട്രെൻഡ് സാധനം. വായു വായു. ദേ ഇവിടെ ഇപ്പൊ എന്തായാലും സമയം ഇപ്പൊ രാത്രി 10:30 മറ്റായി. ഇവിടെ ഇവരെല്ലാരും കൂടി 4 ആമ്പിള്ളേരും ഒരു പെങ്കൊച്ചും കൊണ്ട് നടക്കുക അല്ലേ. ഇവരെല്ലാരും കൂടി ഇന്ന് ഒരുമിച്ച് ഇവിടെ കിടക്കുന്നത് രാത്രി. ഇന്ന് ഇന്ദ്രയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഉണ്ണിക്കുട്ടനും ഗോപൂട്ടനും ഒക്കെ ഇവിടെയാണ്. അപ്പൊ ഇവര് പൊളിക്കുന്നു അല്ലേ. അപ്പൊ എന്നാ പിന്നെ നമുക്ക് കിടക്കാം അല്ലേ. അപ്പൊ ഇന്ദ്രയുടെ ഒരു ബർത്ത്ഡേ വ്ളോഗായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും അടുത്തൊരു വ്ളോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ടാറ്റാ ടാറ്റാ.